എഡ്യൂക്കേഷണൽ റിനൈസൻസ് ഇൻ കേരള. ചട്ടമ്പി സ്വാമികളുടെ അയ്യങ്കാളി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ഒരു ലൈറ്റ് 19th ആൻഡ് 20th സെഞ്ച്വറി ഇൻ കേരള ആ ടൈമിലാണ് ഇതും റിനൈസൻസ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. മേജറായിട്ട് അവർ ഫോക്കസ് ചെയ്തത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റിഫോം ചെയ്യാനാണ് അവർ മെയിനായിട്ട് നോക്കിയത്. അതിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക, ഈക്വാലിറ്റി ആൻഡ് ജസ്റ്റിസിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നിർത്തലാക്കാനും ആയിരുന്നു ആ ഒരു ഇതുകൊണ്ടുള്ള ലക്ഷ്യം അല്ലെ എയിം അവരുടെ. അതിലൊരുപാട് പേര് പങ്കുവച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, വക്കം മൗലവി, കുമാരനാശൻ എന്ന് പറഞ്ഞ ഒരുപാട് പേര് അതിൽ അവരുടേതായ കൈവച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഈക്വാലിറ്റീനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. അവരൊരു യോഗം തന്നെ അവിടെ ഫൗണ്ട് SNDP എന്ന് പറഞ്ഞിട്ടുള്ള യോഗം. അയ്യങ്കാളി ദളിതരുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസത്തിന്, എഡ്യൂക്കേഷൻ ഫോർ ഓൾ, എല്ലാവർക്കുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു ബിലീവ്സിനെ, ട്രഡീഷണലായിട്ടുള്ള ഹിന്ദു ബിലീവ്സിനെ മൊത്തത്തിൽ മാറ്റങ്ങൾ വരുത്തുക ചെയ്തത്. വക്കം മൗലവി എഡ്യൂക്കേഷൻ ആൻഡ് റിലീജിയസ് ഹാർമോണിയിൽ വർക്ക് ചെയ്തു, എഡ്യൂക്കേഷൻ്റെ റിലീജിയൻ ഹാർമണിയിൽ. പിന്നെ കുമാരനാശൻ എന്ന് പറഞ്ഞാലും ലിറ്ററേച്ചറിലൂടെയാണ് റിഫോമിനെ സ്പ്രെഡ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെയും അങ്ങനെയൊക്കെയാണ് ഇതിൽ കുമാരനാശൻ്റെ പങ്കുവഹിച്ചിട്ടുള്ളത്. നമ്മളിവിടെ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് അയ്യങ്കാളിയുടെയും ചട്ടസ്വാമികളുടെയും കോൺട്രിബ്യൂഷൻസാണ്. എഡ്യൂക്കേഷൻ റിനൈസൻസിൽ കൊണ്ടുവന്നിട്ടുള്ള അയ്യങ്കാളിയുടെയും ചട്ടമ്പി സ്വാമികളുടെയും അവരുടെ മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ് ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഷിഫ്റ്റ് തിയോളജി, ഹ്യൂമാനിറ്റീസ്, ലിറ്ററേച്ചർ, ഫിലോസഫി ആൻഡ് ഹിസ്റ്ററി. ദൈവശാസ്ത്രത്തിൽ നിന്നുള്ള പഠനരീതി മനുഷ്യശാസ്ത്രത്തിലേക്കാക്കി മാറ്റി. ഇതിലൂടെയൊക്കെ ലിറ്ററേച്ചർ, ഫിലോസഫി ആൻഡ് ഹിസ്റ്ററിയിലൂടെ അതങ്ങനെയൊക്കെ മാറ്റി പ്രൊമോട്ട് ചെയ്യുക ചെയ്തത്. പ്രായോഗിക പഠനത്തെ അവർ പ്രൊമോട്ട് ചെയ്തു. എങ്ങനെ തിങ്കേഴ്സ് ലൈക്ക് ജോൺ ലോക്ക് എംഫസൈസ്ഡ് എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫിലൂടെ. പിന്നെ പ്രായോഗിക പഠനത്തെ പ്രൊമോട്ട് ചെയ്തു. സജീവമായ പഠനവും വിമർശനാത്മകമായ ചിന്തയും ചർച്ചയെയും പ്രൊമോട്ട് ചെയ്തു. മാത്സ്, ഹിസ്റ്ററി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള മെയിനായിട്ടുള്ള സബ്ജക്റ്റിനെ ആഡ് ചെയ്തു. ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്, ലവ് ലേണിങ്ങിനെ ഫോക്കസ് ചെയ്തു. പിന്നെ ഷേപ്പിംഗ് കരിക്കുലം ഡെവലപ്മെൻറ്റ്, അന്നത്തെ ഉള്ള ഒരു കരിക്കുലം ഡെവലപ്മെൻറ്റിനെ ഒന്നും കൂടി മാറ്റം വരുത്തുകയാണ് ചെയ്തത്. അതൊക്കെയാണ് സിഗ്നിഫിക്കൻസിൽ പറയാതെ. ഒബ്ജക്റ്റീവ്സിൽ എന്താ പറയുകയെന്ന് വെച്ചാൽ സ്റ്റഡി സോഷ്യൽ കൾച്ചറൽ ചേഞ്ച് ഇൻ കേരള ഡ്യൂറിങ് റിനൈസൻസ്. അതായത് റിനൈസൻസിൻ്റെ ആ ടൈമിൽ കേരളത്തിൽ സംഭവിച്ച സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസാണ്. സോഷ്യലും കൾച്ചറൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അണ്ടർസ്റ്റാൻഡ് മേജർ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ് ആൻഡ് ദയർ ഇമ്പാക്റ്റ്. പ്രധാന സാമൂഹ്യ പരിഷ്കാര പ്രസ്ഥാനങ്ങളെയും അവയുടെ സ്വാധീനത്തെയും മനസ്സിലാക്കുക. അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയ നേതാക്കളുടെ പങ്ക് വിശകലനം ചെയ്യുക. സാമൂഹ്യ പരിഷ്കാര പ്രവർത്തനത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം പരിശോധിക്കുക. ജാതി വിവേചനവും സാമൂഹ്യ ദോഷങ്ങളെയും എതിർത്ത പോരാട്ടത്തെ വിലയിരുത്തുകയൊക്കെയാണ് ഇതിലൂടെ നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. അയ്യങ്കാളിയുടെ ബയോഗ്രഫി കോൺട്രിബ്യൂഷൻസാണ് ഞാൻ പറയുന്നത്. അയ്യങ്കാളി 1863 വെങ്കന്നൂരിൽ ഓഗസ്റ്റ് 28 ജനിക്കുന്നത്. പുലയ കമ്മ്യൂണിറ്റിയിലാണ്. മാർജിനൈസ്ഡ് ദളിത് ഗ്രൂപ്പാണത്. ഇത് ഫേസിന് സെവറൽ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ, ഒരുപാട് ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം ഒരുപാട് നേരിട്ടുണ്ട്. അദ്ദേഹം 1941 ജൂൺ 18 മരിക്കുകയുണ്ടായത്.
റിമെമ്പർഡ് ആസ് എ സിംബൽ ഓഫ് റെസിലിയൻസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഇതിൻ്റെയൊക്കെ ഒരു സിമ്പിളായിട്ടാണ് നമ്മൾ ഓർക്കുന്നത്. ഹിസ് ബർത്ത് നമുക്കൊരു അദ്ദേഹത്തിൻ്റെ ജനദിവസം നമുക്ക് ഹോളിഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരാളാണ് അദ്ദേഹം. അയ്യങ്കാളി നമുക്ക് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു വിദ്യാഭ്യാസ രീതിയും, അതായത് താഴ്ന്ന കടത്തിൽപ്പെട്ട ആൾക്കാർക്കുള്ള ഈ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശത്തിനൊക്കെ മെയിനായിട്ട് മുന്നിട്ടിറങ്ങിയ ഒരാളാണ് അയ്യങ്കാളി. അദ്ദേഹം കാരണമാണ് ഒരു പക്ഷേ നമുക്ക് ഇന്നീ കാണുന്ന വിദ്യാഭ്യാസത്തിലേക്കൊക്കെ എത്തിയെന്ന് തന്നെ പറയാം. ചേഞ്ച് ഇൻ കാസ്റ്റ് പേര് റെസ്ട്രിക്ഷൻ ദളിത് ഫ്രോം പബ്ലിക് റോഡ് ആൻഡ് ടെമ്പിൾസ്. പണ്ട് നമുക്ക് ദളിതർക്ക്, അതായത് താഴ്ന്ന കടയിൽപ്പെട്ടവർക്ക് എന്ത് ചെയ്യാം, പബ്ലിക് റോഡിലൂടെ നടക്കാനോ അമ്പലത്തിൽ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. നമ്മൾ പണ്ട് അറിയാലോ, ജന്മി തമ്പുരാക്കന്മാരൊക്കെ റോഡിലൂടെ വരുമ്പോൾ മുന്നിൽ കുറച്ച് ആൾക്കാർ സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് താഴ്ന്ന ജാതിക്കാർ വരുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ മാറി നിൽക്കാനുള്ള രീതിയിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ഈ താഴ്ന്ന ജാതിക്കാർ വല്ല പൊന്തക്കാട്ടിലോ വല്ല മറവിലോ മാറി നിൽക്കണം. ഇവർ കാണരുത്. അതായത് ഈ വലിയ മുതിർന്ന ആൾക്കാർ വരുമ്പോൾ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ കാണാൻ പാടില്ല. അത് വലിയൊരു ഐറ്റം പോലെയൊക്കെയാണ് അവർ കണ്ടിരുന്നത്. അപ്പം അതേപോലെ റോഡിലൂടെ നടക്കാനുള്ള ഒരു അവകാശം അവർക്കുണ്ടായിരുന്നില്ല. അതേപോലെ അമ്പലങ്ങളിൽ കയറാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് അയ്യങ്കാളി മുന്നിട്ടിറങ്ങിയത്. വില്ലുവണ്ടി സമരമൊക്കെ നമുക്കറിയാം. അദ്ദേഹം കാളവണ്ടി, അതായത് മണിയൊക്കെ അടിച്ചിട്ട് പബ്ലിക് റോഡിലൂടെ അങ്ങ് യാത്ര ആരംഭിക്കേണ്ടത്. അങ്ങനെ എതിർത്തുകൊണ്ടാണ് ദളിതർക്ക് പബ്ലിക് റോഡ് യൂസ് ചെയ്യാനും ഒക്കെ ഉള്ള അവകാശം അദ്ദേഹം അങ്ങനെ നേടിയെടുക്കുകയാണ്. വില്ലുവണ്ടി സമരത്തിലൂടെ നേടിയെടുക്കുകയാണ് ഉണ്ടായത്. പബ്ലിക് റോഡ് ദളിതർക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഇതാണ് വില്ലുവണ്ടി സമരം. പിന്നെ സാധുജന പരിപാലന ദളിതരുടെ എഡ്യൂക്കേഷനും വെൽഫെയറിനും പ്രൊമോട്ട് ചെയ്തുകൊണ്ടും അദ്ദേഹം ഫൗണ്ട് ചെയ്തു. പിന്നെ എഡ്യൂക്കേഷൻ റൈറ്റ്സ് ദളിതരുടെ കുട്ടികൾക്ക് വേണ്ടിയും വുമൺസ് റൈറ്റ്സിന് വേണ്ടിയും അദ്ദേഹം എഡ്യൂക്കേഷണൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിന് ദളിതരുടെ കുട്ടികൾക്കും വുമൺസിനും എല്ലാം വിദ്യാഭ്യാസത്തിന് വേണ്ടി ഫ്രീഡം ഡ്രസ് ബിക്കം ഫസ്റ്റ് ദളിത് മെമ്പർ ഓഫ് ട്രാവൻകൂർ ലെജൻസിനസം ഫൗണ്ടഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്. അതായത് എഡ്യൂക്കേഷൻ, അതായത് ദളിതരുടെ കുട്ടികൾക്കും അതേപോലെ വുമൺസിൻ്റെ അവകാശങ്ങൾക്കും ഇൻക്ലൂഡിങ് ഫ്രീഡം ഇൻ ഡ്രസ്, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു. അതായത് പണ്ട് സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത്, ആ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടും പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും വുമൺസിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഫ്രീഡം, അവരുടെ അവകാശത്തിനും അവരുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് അയ്യങ്കാളി ഫൈറ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെ ഏജൻസി അസംബ്ലി ഫസ്റ്റ് ദളിത് മെമ്പർ, അദ്ദേഹം ഒരു ഫസ്റ്റ് ദളിതർ മെമ്പറാണ്. ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു ഫസ്റ്റ് ദളിത് മെമ്പറാണ് അദ്ദേഹം. കമ്പനി ഫോർ ടെമ്പിൾ എൻട്രി റൈറ്റ്സ്, ടെമ്പിൾ എൻട്രി, അമ്പലത്തിലേക്ക് കടക്കാനുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രയത്നിച്ചു. പഞ്ചമി ലാൻഡ്, അതായത് സ്വന്തം ഭൂമി സ്വന്തം ഭൂമിക്ക് എന്ത് പറയുക, ഭൂസ്വത്ത്, നമ്മുടെ സ്ഥലം ദളിത് ടു എൻഷുർ ലാൻഡ് ഓണർഷിപ്പ് ആൻഡ് ലൈവ്ലിഹുഡ്, ജീവിതകാലം വരെ അവരുടെ സ്ഥലം അവർക്ക് തന്നെ വേണം എന്നുള്ള രീതിയിൽ. പിന്നെ പഞ്ചമി ലാൻഡ് റൈറ്റ്സ് അവർക്ക് തന്നെ വേണം എന്നുള്ള രീതിയിൽ
പിന്നെ പഞ്ചമി ലാൻഡ് റൈറ്റ്സ് അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നു. റെക്കഗ്നൈസ് പോയിന്റ് ദളിത് സോഷ്യൽ റിഫോം ഷെഡ്യൂൾസ് ഇൻ കേരള. ദളിതർക്ക് വേണ്ടിയിട്ടുള്ള മെയിനായിട്ട് ദളിതരുടെ താഴെത്തട്ടിൽപ്പെട്ട ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്തത്. അവരുടെ വിദ്യാഭ്യാസ അവകാശം, വസ്ത്രം നല്ല രീതിയിൽ ധരിക്കാനുള്ള അവകാശം, പിന്നെ പബ്ലിക് റോഡ് യൂസ് ചെയ്യാനുള്ള അവകാശം, എഡ്യൂക്കേഷനിലുള്ള അവകാശം കുട്ടികൾക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ് അയ്യങ്കാളി. എഡ്യൂക്കേഷനിൽ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവന്ന ഒരാളാണ് അയ്യങ്കാളി. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട അയ്യങ്കാളിയുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഒരുപാടാണ്. വിദ്യാഭ്യാസത്തിലായാലും പബ്ലിക് റോഡ്സ് വില്ലുവണ്ടി സമരത്തിലൂടെ അദ്ദേഹം നേടിയെടുത്ത വലിയൊരു നേട്ടം തന്നെയാണ് പബ്ലിക് റോഡ് യൂസ് ചെയ്യാനുള്ളത്. പണ്ടിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒളിച്ചും പാത്തും ഒക്കെ നിന്നിരുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് പബ്ലിക് റോഡ് യൂസ് ചെയ്യാം, ആര് വന്നാലും ആ ഒരു റോഡിലൂടെ നടക്കാനുള്ള ഒരു അവകാശം നേടിയെടുത്ത ഒരാളാണ് അയ്യങ്കാളി. അതൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. ചട്ടമ്പി സ്വാമികൾ, അടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ബയോഗ്രഫി ആൻഡ് കോൺട്രിബ്യൂഷൻസാണ് പറയാൻ പോകുന്നത്. ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അയ്യ കൃഷ്ണൻ പിള്ളൈ എന്നാണ്. പക്ഷെ നമ്മൾ മെയിനായിട്ട് വിളിക്കുക, അതായത് പോപ്പുലർലി നോൺ ആസ് ചട്ടമ്പി സ്വാമികൾ നമ്മൾ മെയിനായിട്ട് വിളിക്കുക ചട്ടമ്പി സ്വാമികൾ എന്നാണ്. 1853 കണ്ണമ്മൂല എന്ന സ്ഥലത്ത് ഓഗസ്റ്റ് 25 ട്രാവൻകൂറിലെ കണ്ണമ്മൂല എന്നുള്ള സ്ഥലത്ത് ഓഗസ്റ്റ് 25 അദ്ദേഹത്തിൻ്റെ ജനനം. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്പൂതിരി വിഭാഗത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അച്ഛനൊരു ബ്രാഹ്മണനും അമ്മ ഒരു നോൺ ബ്രാഹ്മൺ ഫാമിലിയിലത്തെ ഒരാളുമാണ്. അതിലേറ്റ് ആണ് അത്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് തോട്ട് സ്കോളർ, അതായത് മലയാളത്തിലും സംസ്കൃതം, തമിഴ്, വേദ, യോഗ ആൻഡ് ആയുർവേദയിലൊക്കെ അദ്ദേഹം ഒരുപാട് ജ്ഞാനിയാണ്. ഒരുപാട് സ്വന്തമായിട്ടുള്ള അറിവുകൾ ഒരുപാടാണ് അദ്ദേഹത്തിന്. അതായത് ചട്ടമ്പി സ്വാമികൾ ഏഴെഴുതി ലിറ്റിൽ ടൈറ്റിൽ ചട്ടമ്പി സ്വാമി മീനിങ്. ഇതിൻ്റെ ചട്ടമ്പി സ്വാമികളുടെ മീനിങ് എന്ന് പറഞ്ഞാൽ മോണിറ്റർ ഫോർ ഹിസ് റോൾ ക്ലാസ് ലീഡർ ഡ്യൂറിങ് സ്കൂളിംഗ്. അദ്ദേഹം 1925 മെയ് 5 അദ്ദേഹം മരിക്കുന്നത്. ഇദ്ദേഹത്തെ ഓർക്കുന്നത് കീ സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ റിഫോമർ ഇൻ കേരള എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ഓർക്കുന്നു. ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെയാണ് ചട്ടമ്പി സ്വാമികളുടെ ബയോഗ്രഫി. നമ്മൾ അടുത്ത് നോക്കുന്നത് കോൺട്രിബ്യൂഷൻസാണ്. എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിലൂടെയാണ് നമുക്ക് ഇന്ന് കാണുന്ന ഈ ഒരു നിലയിലെത്തിയെന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓപ്പോസിറ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഓർത്തഡോക്സ് ഹിന്ദു പ്രാക്ടീസ്. അതായത് അദ്ദേഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്കിന്ന് ഇതിൽ വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജാതി വിഭജനത്തെയും അനുഷ്ഠാന മതപരമായ മുറകളെയും എതിർത്തിട്ടുണ്ട്. വുമൺ എംപറ്റിക്കൽ ആൻഡ് സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രചാരങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരുടെ സാമൂഹിക പീഡനത്തെ അപലപിച്ചുകൊണ്ട്. പിന്നെ സസ്യാഹാരത്തെ പ്രൊമോട്ട് വെജിറ്റേറിയൻ ആൻഡ് നോൺ വയലൻസ്, അതായത് വെജിറ്റേറിയൻസ്, അതായത് എന്താ പറയുക, വെജിറ്റേറിയൻസിന് നോൺ വയലൻസ്, അഹിംസ, നോൺ വയലൻസിനെ അദ്ദേഹം ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ മതങ്ങളെയും അതായത് എല്ലാ മതങ്ങളുടെയും ഒരേ സത്യത്തിലേക്കാണ് നയിക്കുന്നത് എന്ന വിശ്വസിച്ച് മതസൗഹൃദത്തെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്തത് അദ്ദേഹം. പിന്നെ ഇൻഫ്ലുവൻസർ കേരള സോഷ്യൽ റിനൈസൻസ് അലോകസ് ശ്രീനാരായണ ഗുരു ആൻഡ് അയ്യങ്കാളി. ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും പോലെ കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്.
അതുപോലെ ബുക്സ് ആൻഡ് സ്പിരിച്വൽ ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ റിഫോം, ആത്മീയത, ഭാഷ, സാമൂഹ്യ പരിഷ്കാരം എന്നീ വിഷയങ്ങളിൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് ഡെഡിക്കേറ്റഡ് ടു സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സ്പിരിച്വൽ അവയർനെസ്. അദ്ദേഹം ഒരു ലളിതമായ ജീവിതം നയിച്ചുകൊണ്ടാണ് ഇതെല്ലാം നേടിയത്. ആർഭാട ജീവിതത്തിലൂടെയല്ല, ഉയർന്ന ജാതിയിൽപ്പെട്ട് ജീവിച്ചിട്ടും അദ്ദേഹം ആ സുഖജീവിതങ്ങളൊന്നും അനുഭവിക്കാണ്ട് വളരെ ലളിതമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിലൂടെ അദ്ദേഹം എല്ലാം നേടിയെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നേടിയെടുക്കാനുണ്ടായത് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തികൾ മൂലം നമുക്ക് ഒരുപാട് അവകാശങ്ങൾ കിട്ടുകയാണ് ഉണ്ടായത്. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ എല്ലാ നേട്ടങ്ങൾക്കും വേണ്ടിയും വലിയൊരു പങ്ക് തന്നെ ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. എഡ്യൂക്കേഷൻ ആസ് എ ടൂൾ ഫോർ ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ച്. എഡ്യൂക്കേഷൻ പറഞ്ഞാൽ ഈക്വാലിറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ചിൻ്റെ വലിയൊരു ടൂളായിട്ടാണ് കാണുന്നത്. അയ്യങ്കാളി ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ റൈറ്റ്സിനും എഡ്യൂക്കേഷനും വേണ്ടിയിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കാസ്റ്റ് പേര് ആൻഡ് പ്രൊമോട്ട് ഇൻക്ലൂസീവ് സ്കൂളിംഗ്. കാസ്റ്റിനെ ഇതിനെ തകർക്കുകയും പിന്നെ സ്കൂളിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. ചട്ടമ്പി സ്വാമികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എഡ്യൂക്കേഷൻ ഫോർ ഓൾ കാസ്റ്റ് ആൻഡ് വുമൻസ്, എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും എല്ലാ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം വേണം എന്നുള്ളത് മുന്നോട്ട് കൊണ്ടുവന്നു. അതുപോലെ സ്പിരിച്വൽ ആൻഡ് സ്ക്രിപ്ച്വൽ നോളേജ് കാസ്റ്റ് അത് സ്പ്രെഡാക്കി, കാസ്റ്റ് ലിമിറ്റ്സിനെ സ്പ്രെഡാക്കി, എംപവർ മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റി ത്രൂ എഡ്യൂക്കേഷൻ. പിന്നെ ഇൻസ്പയർഡ് റീഫോം ഇൻ പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം. പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഇൻസ്പയർ ചെയ്തു. ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ. ടീച്ചറുടെ റോൾ എന്ന് വെച്ചാൽ പ്രൊമോട്ട് ഈക്വാലിറ്റി, ജസ്റ്റിസ് ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ. ഈക്വാലിറ്റിയും ജസ്റ്റിസിനെയും പ്രൊമോട്ട് ചെയ്യുക, അതേപോലത്തെ നോൺ ഡിസ്ക്രിമിനേഷനെ പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ എഡ്യൂക്കേഷൻ മാർജിനൈസ്ഡ് ഗ്രൂപ്പ്, അതായത് മാർജിനൈസ്ഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അവരെ ഇൻക്ലൂഡ് ചെയ്യുക, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റി നിർത്താണ്ട് അവരെയും കൂടി കൂട്ടി ഒരു വേറെ രീതിയിൽ കാണാണ്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാം. റിഫോം ആൻഡ് മൊറാലിറ്റി. പിന്നെ സ്പ്രെഡ് അവയർനെസ്, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഈക്വാലിറ്റിയുടെ അവയർനെസ് സ്പ്രെഡ് ചെയ്യാം. കാസ്റ്റ് ബേസ്ഡ് പ്രജഡീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. ഫിഗർ ഓഫ് ജനറേഷൻ ഏജൻസ് ഓഫ് ചേഞ്ച് ഫോർ ഫ്യൂച്ചർ ജനറൈസേഷനും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെതിരെ വർക്ക് ചെയ്യാം. അതൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ കൺക്ലൂഷനാണ് ഞാൻ അടുത്ത് പറയാനുള്ളത്. എഡ്യൂക്കേഷൻ റൈറ്റ്സ് ഇൻ കേരള മേക്ക് ടേണിംഗ് പോയിന്റ് ഓഫ് സോഷ്യൽ പ്രോഗ്രസ്. എഡ്യൂക്കേഷൻ റിനൈസ് ഇൻ കേരളയിൽ ഒരു ടേണിംഗ് പോയിൻ്റാണ്. ഇന്ന് സോഷ്യൽ പ്രോഗ്രസ്സിൽ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെയായിരുന്നു എഡ്യൂക്കേഷൻ റിനൈസൻസ് ഇൻ കേരള. പിന്നെ അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ യൂണിവേഴ്സൽ എഡ്യൂക്കേഷനെ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അയ്യങ്കാളി കാസ്റ്റ് ബാരിയർ ആൻഡ് എൻഷുർഡ് സ്കൂൾ ആക്സസ് ഫോർ ഓൾ, അതായത് എഡ്യൂക്കേഷന് വേണ്ടിയും സ്കൂൾ ആക്സസ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്കൂളിൽ, അതായത് എല്ലാവർക്കും സ്കൂളിലേക്ക് പോകാന്നുള്ള രീതിയിലുള്ള ഇതിനെയും എതിരെ ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്തതും. അതായത്
ചട്ടമ്പികൾ സ്പിരിച്വൽ എല്ലാവർക്കും സ്കൂളിലേക്ക് പോകാന്നുള്ള രീതിയിലുള്ള ഇതിനെയും എതിരെ ഫൈറ്റ് ചെയ്യാണ് ചെയ്തതും. അതായത് ചട്ടമ്പികൾ സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ അവേക്കനിനെ സ്പ്രെഡ് ചെയ്തത് ചട്ടമ്പി സ്വാമികൾ അഹിംസ, അതായത് അഹിംസയിലൂടെയാണ്, അതായത് എതിർക്കാനോ ഫൈറ്റ് ചെയ്യാനോ പോകാണ്ട് സമാധാനമായ രീതിയിലാണ് മാറ്റം വരുത്തിയതെങ്കിലും അയ്യങ്കാളി എതിരെ ഫൈറ്റ് ചെയ്യാൻ ചെയ്തത്. റോഡിലൂടെ നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ റോഡിലൂടെ നടന്നിട്ട് വിദ്യാഭ്യാസം ദളിത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ പഞ്ചമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടീനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഇവർക്ക് വിദ്യാഭ്യാസം നടക്കണം എന്ന രീതിയിൽ കൊടുക്കണം എന്നുള്ള രീതിയിൽ പറയുക, അങ്ങനെ ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ചട്ടമ്പി സ്വാമികളുടെ പോലെ നല്ല അഹിംസ മാർഗത്തിലൂടെ എന്നല്ല അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടുപേരും എഡ്യൂക്കേഷൻ ഈക്വാലിറ്റി എംപവർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും പ്രവർത്തിച്ചിട്ടുള്ളത്. their effort later ഫൗണ്ടേഷൻ, ഇവർ രണ്ടുപേരുടെ ഈ എഫേർട്ട് നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ ഇതാക്കിയിട്ടുണ്ട്. അതേപോലെ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് പറയുമ്പോൾ MCQ ആണ്. MCQ 10 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലും ഡ്യൂറിങ് വിച്ച് പീരീഡ് ഡിഡ് ദി കേരള റിനൈസൻസ് ടേക്ക് പ്ലേസ്, എപ്പോഴാണ് ആ ഒരു പീരീഡ് കേരള റിനൈസൻസിൻ്റെ ആ ഒരു പീരീഡ് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് 16th century, 17th century, late 19th and early 20th century, ഡി മിഡ് 20th century. നമുക്കറിയാം ലേറ്റ് 19th ആൻഡ് ഏർലി 20th century നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഹോ ഹെമങ് ദി ഫോളോവിങ് ഫൗണ്ടഡ് ദി SNDP യോഗം, ആരാണ് SNDP യോഗം ഫൗണ്ട് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, എൻ്റെ വക്കം മൗലവി. ആരായിരുന്നു? ചട്ടമ്പി സ്വാമികൾ. പിന്നെ വാട്ട് വാസ് അയ്യങ്കാളി കമ്മ്യൂണിറ്റി, ഏതായിരുന്നു അയ്യങ്കാളി കമ്മ്യൂണിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചാൽ ഈഴവ, പുലയ, നായർ, നമ്പൂതിരി. ഏതായിരുന്നു? പുലയ. വാട്ട് വാസ് ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം, എന്തിനു വേണ്ടിയിട്ടായിരുന്നു അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം? ടു ഡിമാൻഡ് ഈക്വൽ വേജ്, ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ടെമ്പിൾ റെസ്ട്രിക്ഷൻസ്, ടു അലോ ദളിത് യൂസ് ഓഫ് പബ്ലിക് റോഡ്, ടു ഒബ്റ്റെയിൻ ലാൻഡ് ഫോർ ദളിത്. ഏതായിരുന്നു? വില്ലുവണ്ടി സമരത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകാം പബ്ലിക് റോഡിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വില്ലുവണ്ടി സമരം കൊണ്ടുവന്നത് അല്ലേ. ലാൻഡിന് എന്തായിരുന്നു? പഞ്ചമി ലാൻഡ് പറഞ്ഞിട്ട് എന്തോ ഒരു ഇതായിരുന്നു. പിന്നെ സി തന്നെയാണ്. പിന്നെ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോവിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ചട്ടമ്പി സ്വാമികൾ ആൻഡ് അപ്രോച്ച് ദ ലേണിംഗ്. എന്തായിരുന്നു? BA അല്ലേ? ബി തന്നെ. അതായത് ഹി റിലീസ്ഡ് ഓൺ ഫോമർ സ്കൂൾ എഡ്യൂക്കേഷൻ, ഹി വാസ് എ സെൽഫ് തോട്ട് സ്കോളർ, മൾട്ടിപ്പിൾ ലാംഗ്വേജ് ആൻഡ് ഫിലോസഫി, ഹി റിജക്റ്റഡ് ദ ലേണിംഗ് ബിയോണ്ട് സംസ്കൃതം. ബി ആണ്. പിന്നെ എന്താണ്? വെൻ വാസ് ദ ടെമ്പിൾ എൻട്രി എന്താണ് പ്രോക്ലമേഷൻ ഇഷ്യൂഡ്, ഇൻഫ്ലുവൻസ് ദ അയ്യങ്കാളി ചാമ്പ്യൻസ്. 1911, 1921, 1936, 1941, 1936. പിന്നെ വിച്ച് ഓർഗനൈസേഷൻ ഡിഡ് അയ്യങ്കാളി എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊമോട്ട് ദളിത് എഡ്യൂക്കേഷൻ. എന്തായിരുന്നു? എന്താണ്? പ്രാത്യക്ഷ രക്ഷാദൈവസഭം, സാധുജന പരിപാലന സംഘം, SNDP യോഗം, ഹരിജന സേവക സംഘം. ഇതാണ് സാധുജന പരിപാലന പങ്ക്. SNDP യോഗം ആരുടെ ആയിരുന്നു? ശ്രീനാരായണ ഗുരുവിൻ്റെ ആയിരുന്നു. ചട്ടമ്പി സ്വാമികൾ ഫിലോസഫി, ദ
അഹിംസ primarily reformed to self-governance. ചട്ടമ്പി സ്വാമികൾ ഫിലോസഫി ദ ടേം അഹിംസ primarily referred to എന്തിനായിരുന്നു സെൽഫ് ഗവേണൻസ് നോൺ വയലൻസിൻ്റെ കമ്പൈനേഷനിലെ അതിനായിരുന്നു. പിന്നെ എന്താണ് വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ദ ബെസ്റ്റ് റിഫ്ലക്ട് ദ റോൾ ഓഫ് കേരള റീസൺസ് ഇറ്റ് വാസ് എ പ്യൂർലി എക്കണോമിക് മൂവ്മെൻറ്റ് ഇറ്റ് ലിമിറ്റ് എ വുമൺസ് എഡ്യൂക്കേഷൻ ആക്സസ് ഫോക്കസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ ഈക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് അതിന് വേണ്ടിയിട്ടായിരുന്നല്ലേ. യെസ് അതന്നെ. പിന്നെ ഇനി അസേഷൻ ക്വസ്റ്റ്യൻ ആണ് 10th. ദ എഡ്യൂക്കേഷണൽ മൂവ്മെൻറ്റ് ഡ്യൂറിങ് എ റിനൈസൻസ് പ്രൊമോട്ട് ക്രിട്ടിക്കൽ ആൻഡ് ആക്റ്റീവ് ലേണിംഗ് റീസൺ എന്താണെന്ന് വെച്ചാൽ അത് എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ് ഡ്യൂറിങ് റിനൈസൻസ് പ്രൊമോട്ട് ക്രിട്ടിക്കൽ ആൻഡ് ആക്റ്റീവ് ലേണിംഗ് റീസൺ എന്ന് പറഞ്ഞ പീരീഡ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ തിങ്കേഴ്സ് ലൈക്ക് ജോൺ ലോക്ക് ഹു എംഫസൈസ്ഡ് എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ലൈഫ്. എന്തായിരുന്നു ആൻസർ? ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആണ് ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ഇതാണ് ഇതിന് അവസാനിച്ചു. താങ്ക് യു.